അങ്ങ് തലമുറകളായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ്, ഭൂമിയും ലോകവും നിർമ്മിക്കുന്നതിന് മുൻപ്, അനാദി മുതൽ
അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ തിരിച്ചു പോകുവേ എന്ന് അങ്ങ് പറയുന്നു. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാം പോലെയും മാത്രമാണ്. അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ല് പോലെയാണവൻ. പ്രഭാതത്തിൽ അത് തഴച്ച് വളരുന്നു, സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു. അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു, അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശം വെളിപ്പെടുത്തും. ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിന്റെ കടന്നു പോകുന്നു. ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർ പോലെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിന്റെ ഭീകരതയും ആര് അറിഞ്ഞിട്ടുണ്ട്? ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എന്നാൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജ്ഞാനബോധമാകട്ടെ. അങ്ങ് എത്ര നാൾ വൈകും? മറ്റോളം വന്ന് ചെയ്യും. താടിയ കോളത്തിൽ എനിക്ക് അയത്തന്നെ. എന്താ കൈ കൊടുത്ത പുള്ളി കുടിക്കുമായിരുന്നു.
ജീവൻ വച്ചീടും അന്ത്യശ്വാസം പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ശവസംസ്കാരത്തിന്റെ 3-ാം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണ പാരമ്പര്യമനുസരിച്ച് 3-ാം ശുശ്രൂഷ ഭവനത്തിൽ നടത്തി ദേവാലയത്തിലേക്ക് മൃതദേഹം ആനയിക്കുകയാണ്. നമ്മുടെ പ്രത്യേകമായ സാഹചര്യത്തില് നമ്മൾ അദ്ദേഹത്തിന്റെ ആത്മീയ ഭവനമായ ഈ ദേവാലയത്തിൽ വെച്ച് ഈ 3-ാം ശുശ്രൂഷ നടത്തുകയാണ്. 3 വർഷത്തെ പരിചയമാണ് വ്യക്തിപരമായി എനിക്ക് പ്രാപിച്ചാണ്. ഈ കാലഘട്ടം അത്രയും ദൈവത്തെയും ദൈവത്തിന്റെ സഭയെയും, അതിൽ പ്രത്യേകിച്ച് തന്നെ മലങ്കര സഭയെയും ആഴമായി സ്നേഹിച്ച ഒരു വ്യക്തിത്വം, അതിനുവേണ്ടി എന്തും ത്യാഗം ഏറ്റെടുത്തൊരു വ്യക്തിത്വം. രോഗത്തിനും പ്രയാസത്തിനും ജീവൻ ആശുപത്രിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയും മലങ്കര ശുശ്രൂഷ ഗീതങ്ങളും കേട്ട് ദൈവതമ്പുരാനെ സ്മരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനേറെ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിത്വം. എപ്പോഴ് എന്നെ വിളിച്ചാലും ഞാൻ അങ്ങോട്ട് വിളിച്ചാലും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 150-ാം സങ്കീർത്തനം, 120-ാം സങ്കീർത്തനം, 90-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം വെളുപ്പിനെ തന്നെ വായിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന കാര്യമായി കരുതുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് ഉണ്ടായ ഈ സമൂഹം, ഈ മലങ്കര കമ്മ്യൂണിറ്റി, അതിൽ തന്നെ അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ടുണ്ടായതായ ദേവാലയങ്ങൾ, ഇപ്പോൾ ഈ ദേവാലയത്തോട് അദ്ദേഹം അന്ത്യാത്ര പറഞ്ഞ് നമ്മെ ഇതിന്റെ ഉപരിയായ കാര്യങ്ങളാണ് സ്വർഗീയ ദേവാലയത്തിലേക്ക്, സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയാകുമ്പോൾ നമുക്കൊക്കെ പ്രത്യാശ നൽകിക്കൊണ്ട് യാത്രയാകുന്ന ഈ അവസരത്തിൽ നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരൊക്കെ എഴുന്നേൽക്കുക. ഈ പ്രാർത്ഥനയുടെ സംബന്ധിക്കുന്നു. പിതാവും പരിശുദ്ധ റൂഹായുമായ സത്യേകദൈവത്തിന്റെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവരുമായ പരിശുദ്ധൻ 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 ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളോട് കരുണ ചെയ്യണം.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭാവിയിൽ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ദൈവമായ കർത്താവേ, നിന്നെ ശരണപ്പെട്ടുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പനയാൽ വേർപെട്ടു പോയ ഈ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ മറയിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ആത്മാവിനെ സംരക്ഷിച്ച് കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ആത്മാവ് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ ആസ്ഥാനം പ്രാപിക്കുകയും നിന്റെ വിശുദ്ധരോടുകൂടെ വസിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ സകനാമേ ശ്രദ്ധിച്ചിടണമൻ യാചനയെ. തിന്മ നിറഞ്ഞു ജീവൻ പാതാളം കുഴിയിൽ പെട്ടവനൊപ്പം മനഹോലം വാദാമിനഹോലം പ്രതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്ക് ഉൾക്കൊണ്ടോരുയിരും തിരുമയിൽ മോചനമേകും തിരുരക്തമതും നിങ്ങളെ തേടും മലയാളേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ,
എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാനിടയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും അധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മറക്കുമോ ഞങ്ങളുടെ മിശിഹാതമ്പുരാനെ, അങ്ങുണ്ടായിരുന്നവനും ഇപ്പോൾ സ്തുതി ചെയ്യുന്നവനും ഇന്ന് നാൾക്കുന്നവനും പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാലാഖമാരോടുകൂടെ വരാൻ അങ്ങയുടെ തിരുമുമ്പിൽ 10,000 സംഖ്യാളികളും ഗണങ്ങളും ഭയത്തോടും സംഭ്രമത്തോടും കൂടെ നിലകൊള്ളുന്നു. ഉഗ്രന്മാരായ കൂപന്മാരും സ്ഥിരതയുള്ള സേനാവ്യൂഹങ്ങളും സ്വർഗീയ മണ്ഡലങ്ങളിൽ അങ്ങേ പ്രഘോഷിക്കുന്നു. അങ്ങ് ഉഗ്രമായി ഗർജിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം വിശേഷം നശിക്കുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിക്കുള്ളിൽ ചിന്ന ഭിന്നമായി കിടക്കുന്ന സർവജനങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുവാനായി തിരികെ വരികയും ചെയ്യുന്നു. സൃഷ്ടി ശക്തിയുള്ള വചനത്താൽ സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മാതാവും എന്ന നിലയിൽ അങ്ങവയെ പുനഃസ്ഥാപിക്കുന്നു. നന്മയായിട്ടോ തിന്മയായിട്ടോ ഓരോരുത്തരും ചെയ്തിട്ടുള്ളതിനെ കുറിച്ചെല്ലാം സമാധാനം ബോധിപ്പിക്കുവാൻ അങ്ങയുടെ ഭയങ്കര സിംഹാസനത്തിന്റെ മുൻപാകെ സകലതോ സർവശക്തനും കരുണാസമ്പന്നനുമായ ദൈവമേ, ഇവയെല്ലാം അനുഭവിക്കുമ്പോൾ അതിനുള്ള പ്രത്യാശയോടുകൂടെ എനിക്ക് പ്രാപിച്ച അങ്ങയുടെ ഈ മത്സരമകനെ അങ്ങയുടെ വലതുഭാഗമേ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ വസിക്കുകയും ചെയ്യും. അവൻ എന്നിൽ വസിക്കുകയും അവനും ഞാനവൻ വസിക്കുമെന്നും ചെയ്തിരിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തുകയും എന്നുള്ള ജീവപ്രദവും പരിശുദ്ധവുമായ തിരുവചനം ഇവനിലും ഞങ്ങളിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും അങ്ങയുടെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങയുടെ കാരുണ്യം ദർശിക്കുന്നതിനും അങ്ങേക്കോട് പരിശുദ്ധാത്മാവിനും സമയത്തും സ്തുതി സ്തോത്രം അർപ്പിക്കുന്നതിനും ഇടയാകണമേ. പാപങ്ങൾക്ക് മോചനവും ജഡലോകങ്ങളിലും വടിയങ്ങൾ സ്ഥാപിക്കുമാറാകണമേ. മിശിഹായി മരിച്ചോ മരണം പോകില്ലെന്നെഴുതി മാർപ്പൗലോസ് രക്ഷിതനാണ്. രണ്ടാം രുചിച്ചില്ലെന്നും ഉപദേശിച്ചല്ലോ. സർവശക്തന മഹാകാരുണ്യവാനുമായ ദൈവമേ, കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ പ്രാപിച്ചിരിക്കുന്നു ഈ ദാസന് വേണ്ടി തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപം നീ സ്വീകരിക്കണമേ. സ്വർഗീയ യെരൂശലേമിലെ മോഹനീയ സ്ഥലങ്ങളിൽ ഈ ദാസനെ വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹരാക്കണമേ.
കസാനുകരുന്നവനതുബഹുദീകം പോകാം വരിക വിളിക്കുന്നു നിന്നെ ഓടയോ വിധി ആത്മാവോട ദൂതൻ ചൊന്നീടും നേരം ക്രൂരം ജനതം കഠിനം ആത്മാവപ്പോൾ കണ്ണിവാത്തു തനുവോണം ഉദ്ധാരത്തിൻ നാളും പാത്താലും ശാന്തിയിൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ആത്മാവുര ചെയ്തിടുന്നു പരമേ ഞാൻ വിട്ടുടയോരാൻ വിട്ടതിനാൽ ദൂതനുമെന്നോ ചേവം ആലയവാസം വെടിയുമീ വരിക ഉടയോനരുളിയ നാൾ വരെയും ഞാൻ വേദിയമേ താൽക്കാലികമോ ഗനഗവേ പാതാലും ശാന്തി ഹല്ലേലൂയ യു ഹല്ലേലൂയ ദൈവതനോജ പാതയും കരുണീക്കായി ലോകം പരിപാലിപ്പോടെ എൻ പശിനീതി നിന്തനോരേത്ത മാസനമീസുവന മമമീലിൻ നഗ്നിയകരണമേ മാമോദീസായെനിക്കോ പാപം നാഥോന്നവ നാഥാലിൻ കൃപ കാണണമേ ജ്ഞാനോദ്ധാനത്തിൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മനോലം മനോലം േകം കഴിയുമ്പോഴതിനോടാ എന്തുപകാരം എനിക്കുള്ളൂ അവശ്യം സുഹൃതം ചെയ്ത ഫലമുണ്ടായേ വാസസ്ഥലവും ധനവും ഭീകരസിംഹാസന സഹിതം പോകും കർത്താവേ കൃപ ചെയ്യണമേ ദാസനേടമേ നിൻ മഹിമോദയ നാൾ തന്നിൽ നിന്മല ഭാഗ്യച്ചീവനേ സങ്കേതം മിത്രം പ്രതികളോടും പാതാതെ നീയൻ കുരിശിൽ നിങ്ങളിൽ നിന്നും ഞാൻ നീങ്ങും എന്മേപാടത്യാസന്ന വേർപാടേറിയ ദൈവത്തെ മുൻനിർത്തിയോ പിന്നിങ്ങൾ വത്സരനെ ശുദ്ധമായി വാഴി നാഥന്മാരെ ഞാനിപ്പോൾ ദൈവം ചൊല്ലും
കാലം നോക്കി പോകും കേൾക്കുകതേവാങ്ങിൻ സാരേ മൃദനാദാസന്നാത്മാവേ നിൻ കരുണോദയ നാട്ടന്നിൽ നിർമ്മല ഭാഗ്യവനേ കർത്താവേ കൃപ ചെയ്യണമേ ദാസനെ നമേ പുണ്യം നിൻ മഹിമോദയ നാട്ടന്നിൽ നിർമ്മല ഭാഗ്യവനേ. ഇപ്പോൾ മൂന്നാമത്തെ ശുശ്രൂഷ സമാപിച്ചിരിക്കുകയാണ്. മൃതദേഹം ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളവർക്ക് അതിന് ഇപ്പോൾ സമയമുണ്ട്. ഈ ഹോളിന് ദേവാലയത്തില് ഒത്തിരി ക്രൗഡഡ് ആയിട്ട് നിങ്ങൾ തോന്നുന്നെങ്കിൽ ഹോളിൽ ഇരിക്കാനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. കുടുംബമായി വന്നവർക്ക് ഹോളിന്റെ സ്റ്റേജിനോട് ചേർന്ന സ്ഥലവും ഇൻഡിവിജ്വലായിട്ട് വന്നവർക്ക് ഹോളിന്റെ വാതിലിനോട് ചേർന്ന സ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ആർക്കെങ്കിലും പ്രയാസമായി തോന്നുന്നെങ്കിൽ ഹോളിലും ഇരിക്കാവുന്നതാണ്. If anyone feels it is so crowded here inside the church, you could go to the hall, and there is enough place there for families, separate places there for individuals, separate places for there. Then we will start condolence speeches and other prayers, and after 10 or 15 minutes, according to the number of people to pray and pay homage and say thank you to him, and at the same time tell him when he is in front of God, tell about us, and he's such a wonderful soul. So thank you.
We have half an hour. Now, this is 10:36 till 11:06. We will have control messages and prayers. And to express a few words, this is an open forum on part of the church and the family. If anyone would like to come forward and express a few words of condolence, you are welcome. I stand here today with a very heavy heart. I never thought in my dreams that I would be standing here for the wake of our beloved Pappachen. 4 weeks back, he called me and asked me about our family
and how we are all doing during this pandemic. And he told me that he was calling everyone to see if all of our church members are okay. It's a blessing from above that he received his last rites and that he had a peaceful death. And I extend my heartfelt condolences to Amini Auntie, Glenn, Jean, and all of the family members. I would like to share a few of Pappachen's memories. Pappachen is not just a church member, but in fact, he is a pioneer in this Malankara mission movement in the Dallas-Fort Worth area. When we started, the first prayer meeting was on September 19, 1991. By opening the door of his home to 9 families that day, he opened the door of history of the Malankarites in Dallas. Pappachen was one of the first coordinators at that time, and later on, he worked as trustee of this parish, food committee chairman, and committee member several times, and had served as a security chairman of the 9th Malankara Catholic Convention of North America, 2009. He was touched, he has touched each one of us with his sincerity, hard work ethic, kindness, and love. From 1994 onwards, we used to rent the Knights of Columbus Hall for conducting Christmas program for our church. And at that program, I saw a young kid dancing just like Michael Jackson. I never have seen such an amazing talent in my life. And that is our own Glenn Jackson. Pappachen told me, "This is my son." And he was so proud of him. After that program, we had a blast with the senior Jackson, of course, our own Pappachen, with his unique trademark, knee shaking, twist sky dancing. And guess what? All of the church started dancing, and it was a blast. Every year, we would have Christmas caroling, and Pappachen would never miss it. And when we reach his house, he will start the first dance with the beating of the drums, and there we go. The whole gang will go crazy. And it was an awesome memory which we cannot forget. Last year also, even though he was not well, he danced with his walking stick. It was such a joy to see his spirit. Pappachen was also a great photographer and videographer. In the 90s, very few people had those huge VHS camcorders. At that time, I was into photography and didn't have one of those big cameras, nor I could afford one. Pappachen told me, "Don't worry, come to my house." And there I went there. He taught me how to operate the video camera, and he let me use it for a few funerals and weddings. I consider Pappachen as my guru on that. Pappachen is a straightforward person, an Air Force veteran of 14 years, VIP escort for the Air Force, riding his Royal Enfield motorcycle, and of course, we all know his unique look in his face, donning his royal Misha. He has this great identity and impression he made on people, which people always talked about and no one forget about once you met him. When time came to make this regular food, that is Kanyi after Mass, for all of our parishioners, which was a St. Mary's tradition that we started with help of Pappachen. When I would come to the kitchen, Pappachen would tell me, "Jimmy, don't worry about it. I will handle this. You go and sing in the choir. This is my job." Pappachen was very passionate about cooking. For church picnics, and he would also volunteer as food and beverage manager. He loved to cook the barbecue, and he fed us in most of our church gatherings and picnics. I guess he carried that trait on to you, Glenn.
And he was also very strict about being on time. That is the army time. So if you were late, you got a mouthful from him. If there is no one to initiate an auction or lelamili in the church, here comes Pappachen, our auctioneer, with his walking stick onto the stage. Whatever God had entrusted him to do in this world, he has done it with utmost sincerity, faithfulness, and love. And he was happy, jolly fellow. To all of us, Pappachen is not just a church member, but he was our own elder brother of this Malankara family. He always wanted good things to happen to everyone and a well-wisher to everyone. I am sure each one of us sitting here will have at least one story to tell about Pappachen. I know that you are departing from us only physically, but you will live on in our hearts forever. Keep visiting this Malankara Palli and pray for us. Thank you, Jimmy, for such a wonderful recalling of the good memories. Now we have more time. If a few more people, if Mike, please come forward. Recollection, beloved family members, and everyone who is here. Thank you for joining us during these hard moments of our life. If you don't know, my name is Toby John. I am the youngest nephew of our beloved Pappachen, the son of his youngest sister, Molly. Honestly, calling him Pappachen is really weird to me. I've known his name as Pappachen, P.I. George, Misha Pappachen, Kmar Pappachen. But to me and my brother, he was known as Dad. When my brother was younger, he couldn't say the name Dad. So he was Dad to us. And it's fitting because I think it's a dishonor to call him my uncle. He wasn't just my uncle, he was our second dad. He really was, living 5 minutes down the street. I could stand here all day long, talking about the various memories I have of him. And there wouldn't be enough time. Dai was the pillar to this family. And from what I'm hearing, this community. And it makes sense. It really does. I was telling Glenn yesterday, I was telling the family yesterday that if he saw all of us here, crying, he'd look at us, and we can't forget, he's an army man. He would look at us and be like, hey, be a man. Don't cry. And he'd wipe our tears. That was our dad. That is our dad. He had many great qualities. And it's funny when Jimmy Uncle was mentioning his dancing, when we were at our cousin's wedding in New York a few years ago, it was the same moves with the game. Clearly, as time went on, he didn't age, right? He still had a youthful spirit, and he still does, and he's with us all. We're definitely gonna miss him. It's gonna be hard. It really is. Another memory when we're at the house. Usually as a small child, right? We can't leave our tables until our parents check our plates until we're done eating. Dad didn't let us leave our table when we were in high school. We had to sit there. He'd make his famous tandoori chicken. We sit there and we eat it. And before we leave the table, we're in high school. He would come and check our plates.
check our place, and he would pick up the chicken, check if there's any meat left, and we wouldn't be able to leave until we got his permission. These are just some of the few memories that come into my mind. He was always a caring man. The definition of tough love. He loved all of us. We would sometimes, when we had family gatherings, some of our friends would come and he wouldn't treat them any differently. He would include them as his own children. One of our friends, Joel, when he lived in Dallas, he was bald. So Dad loved him. He loved him because they were both bald. They had that similar quality. He was just a joy. He was just a joy. Always knew how to have a good time. Always knew how to lift us up, to pick us up. He was more than just an uncle. He was a dad. We never got to meet, his or my mom's dad. He passed away before we were born, but I can only imagine what he was like knowing who Dad was. We're all at a heavy loss. We know it's very difficult, but we know that he's still with us. We see the different traits in his grandkids and his nephews. And we know that his memory and his legacy will live on, and that is to our family members a challenge to us to take on what we consider the baton. He handed the baton to us. Now it's us to take it and run with it. Thank you. Thank you for such a wonderful, heartfelt word. Good morning. I just want to share a few thoughts. For those of you guys who don't know me, I am Pappachen's son-in-law, and I've known him for 16 years. The things that come to mind when I think about him, we live in Frisco, not super far away, but far enough that he couldn't come walk over. So when many weekends I used to be alone with my kids, when my wife was working at the hospital, and he would always call, and during those phone calls, he would ask me at least 12 times, how are the kids doing? 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 It would be over the rest of the conversation, but it showed me how much he actually cared for all of us. It wasn't just kids, by the way. It was about how are you doing? Is everyone okay? Is everyone okay? And I learned to say okay a lot. But to me, it was just part of his nature. Even when you're out of sight, you're not there. He was thinking about you. He was wondering, are you okay? And that was, I probably didn't call enough to him. But he did that. Didn't stop him from calling every Saturday and every Sunday to make sure that everyone was okay. And I was going there. Well, I don't know. But that's part of his nature. The other memory I always have is, my mother-in-law and father-in-law used to take care of the kids, all 5 of the grandkids, a lot. And, I used to come, whether it's the summer, we drop them off, or a weekend for a couple of hours. We used to pull up to the front of the house. I would even, be a foot or two past the car, and he's already out there, the door open, and he's barely walking. In my head, I was like, you don't move that fast. How'd you get there? But it was just the love for the kids and the excitement in his face. He would, oh, hey, and they're like, people 3 streets down can hear you. But that's how excited he was to see the kids come. You could tell that his 5 grandchildren, Evan, Serena, Leah, Gabriel, and Zara, meant the world to him. They were really a second fusion of life for him. He really looked forward to every moment that they could spend with them, and it'd be very sad if we didn't bring him over every couple of days, because he'd miss them, and he really would want to know what exactly are they doing. Are they okay? Have they been fed? All of that. Those are 2 things that I think about: how much he cared about you, underneath the tough demeanor, and how much he loved and how excited he got genuinely for his family when they came visiting him. Thank you.
Thank you. Let us have a song, and during this time of the song, if anyone is waiting there to pay homage and say thank you to him and pray, so please come forward and. ഓർമ്മകൾ മാത്രമാ വിടചൊല്ലിത്തീരുമോ ഓർക്കുമോ നിങ്ങളും സോദരരെ മറക്കുമോ നിങ്ങളും സ്നേഹിതരെ ഓർമ്മകൾ മാത്രമാ വിടചൊല്ലിത്തീരുമോ ഓർക്കുമോ നിങ്ങളും സോദരരെ മറക്കുമോ നിങ്ങളും സ്നേഹിതരെ കണ്ണീർക്കടലിൽ അപ്പുറമുള്ള
Family, Anish, the Pappachen's brother's son, is not following. Did you eat anything? That is the first thing Vijay asked me when I walked into his house. He makes sure I eat something before I leave. It seems very normal at that time. But when I look back, it was his big, kind and loving heart that made him do it. He was a tough person too. We all know that. Especially we boys in the family. At the same time, he has a loving heart. 1 John 4:7 says, "For love comes from God. Anyone who loves is born of God and knows God." God performed amazing things through his life. What he did for the church and the family are unforgettable.
My little brother referred to him as a giant in our family. This is a very difficult time for everyone, especially those who are very close to him. Sometimes that pain can be overbearing. It can be expressed through words, tears, and other human expressions. But the good news is our Lord Jesus Christ sympathizes with us. Hebrews 4:15 says, "For we do not have a high priest who cannot sympathize with our weaknesses." That is a great comfort for us. And we know that from Gospel of John, Jesus wept for Lazarus. Not only he sympathizes with us, he heals the brokenhearted. Psalms 147:3 says, "God heals the brokenhearted and bandages their wounds." He also promises in the Revelation that he will wipe away every tear from the eyes, and there will be no more death or sorrow or crying or pain. All things are gone forever. We love you, believer. We miss you dearly. We will see you on the other side, eternity in heaven. Thank you, Anish. Now, by representing the church, the secretary, Mr. Philip Chaka, would say a few words of condolence. സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട മത്തായിച്ച, സജുവച്ച, സിനുവച്ച, അതുപോലെ പാപ്പച്ചാന്റെ വിയോഗത്തില് ദുഃഖിതരായിരിക്കുന്ന അമ്മി മാമ, ക്ലെൻ പ്രീതി, ജീനി ഡെൻഗൺ, അവരുടെ ദുഃഖത്തോടൊപ്പം അവരെ ആശ്വസിപ്പിക്കുവാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനുമായി എത്തിയിട്ടുള്ള ബന്ധുമിത്രാദികള്, സുഹൃത്തുക്കള്, പ്രത്യേകിച്ച് പിന്നെ ഈ ഇടവകയിലെ ഓരോ അംഗങ്ങളുമേ, നമുക്കെല്ലാവർക്കും അറിയാം, മരണം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഭയക്കുന്ന ഒരു വാക്കാണ്. കാരണം അത് മനുഷ്യന് നികത്താനാവാത്ത വിടവുകളും ഉണങ്ങാനാവാത്ത മുറിവുകളും അവരുടെ ഹൃദയത്തില് ഉണ്ടാക്കുകയാണ്. എന്നാല് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന തത്വചിന്തനായ സോക്രട്ടീസ് പറഞ്ഞത് മരണം മനുഷ്യന്റെ ഒരു അനുഗ്രഹമാണ്. അതായത് നമുക്കറിയാം, പഴയ നിയമകഥത്തിലേക്ക് എങ്ങനെയാണ് ഈ മരണം മനുഷ്യനിലേക്ക് കടന്നു വന്നത് എന്ന് നോക്കിയാൽ, നമ്മുടെ പഴയ നിയമ പുസ്തകം നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം തന്റെ രൂപത്തിലും ഛായയിലും ഊഴിയിൽ മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി അവന്റെ നാസാരന്ധ്രങ്ങളിലൂടെ തന്റെ ജീവശ്വാസം ഊതിക്കൊണ്ട് അവന് ജീവൻ കൊടുത്ത് മനുഷ്യൻ എന്ന ആ സൃഷ്ടി നടത്തുകയും കൂട്ടിനായി ഹവ്വ എന്ന് പറയുന്ന സ്ത്രീയെ അവന് കൊടുക്കുകയും ചെയ്തു. ഇവരെ രണ്ടുപേരെയും ഏദൻ തോട്ടത്തിൽ ഒരു പർദീസായില് ദൈവം പാർപ്പിക്കുകയുണ്ടായി. തന്റെ ജോലി അനുസരിച്ച് ദൈവം അവർക്ക് കുറെ നിയമങ്ങളും അതോടൊപ്പം തന്നെ ഒരു കർക്കശമായ നിർദ്ദേശവും കൊടുത്തു. നിനക്ക് ഈ എല്ലാ ഫലങ്ങളും ഭക്ഷിക്കാം, പക്ഷെ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്നതായ നന്മതിന്മയുടെ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്. നീ ഭക്ഷിച്ചാൽ അന്ന് നീ മരിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇത് പറയുന്നു. എന്നാൽ ആദവും ഹവ്വയും ദൈവത്തിന്റെ ആ നിയമം ലംഘിക്കുകയും ദൈവത്തിന് എതിരായി പാപം ചെയ്യുകയും ചെയ്തു. ദൈവം അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറഞ്ഞത്, ആദ്യ മനുഷ്യനോട് പറഞ്ഞു, പറഞ്ഞത്, നിങ്ങള്
ഈ ദൈവത്തിനെതിരെ എനിക്കെതിരായി നിങ്ങൾ പാപം ചെയ്തത് കാരണം നീ മരിക്കും. അങ്ങനെ മനുഷ്യനിലേക്ക് ആ മരണം കടന്നു വരികയായിരുന്നു. പാപത്തിന്റെ പരിണിതഫലമായി ദൈവം പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആദം ഔവയും ആദ്യ മാതാപിതാക്കൾ ന്യൂനതയുള്ളവരായിട്ട് ആ ന്യൂനതയിൽ നിന്ന് അഥവാ അവരെ മരണത്തിലേക്ക് ആനയിച്ചു. അത് ഒരു പാരമ്പര്യം എന്ന പോലെ സകല മനുഷ്യരിലേക്കും ആ മരണം വ്യാപിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും അവര് മരണത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം, നമ്മളുടെ ജീവിതം തന്നെ ഒരു സൈക്കിൾ പോലെയാണ്, ഒരു സർക്കിളാണ്. നാം എവിടെ തുടങ്ങുന്നുവോ അതേ പോയിന്റിൽ നമ്മൾ തിരിച്ച് അവിടെ തന്നെ ചെന്ന് അവസാനിക്കുന്ന ഒരു ജീവിതമാണ്. ഇതിന് ഇടയിൽ നമുക്ക് ലഭിക്കുന്നതായ കുറെ നിമിഷങ്ങളല്ലേ, ദിവസങ്ങളല്ലേ, വർഷങ്ങളായിരിക്കാം നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നാം ഒക്കെയും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ മരണം കഴിഞ്ഞിട്ട് നമ്മളൊക്കെയും പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം പ്രാപ്തരാകണം. അതിനുവേണ്ടി നാം ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പാപ്പച്ചായനെ എനിക്ക് ഒരു കുറച്ചു വർഷങ്ങളായിട്ട് പാപ്പച്ചായനെ അറിയാം. എന്നാൽ ജിമ്മി എന്റെ വളരെ വിശദമായ കാര്യങ്ങളൊക്കെയും സംസാരിക്കുകയുണ്ടായി. പലപ്പോഴും നമ്മൾ ഒരു വീട്ടിൽ ഒരു മരണം ഉണ്ടാകുമ്പോൾ ആ മരണത്തിന് നമ്മൾ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യും. എന്നാൽ നമുക്കറിയാം, ആരൊക്കെ എത്ര ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുത്താലും എത്ര അവരോട് പങ്കുചേർന്ന് നിന്നാലും അവരുടെ ഹൃദയത്തില് ഉണ്ടാകുന്ന ആഴമായ മുറിവ്, ആ കുടുംബത്തിനുണ്ടാകുന്ന ആ വലിയ വിടവ് എന്നും ഓർമ്മയിൽ നിൽക്കും. പാപ്പച്ചായനെ അമ്മിമാമയും സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇവര് രണ്ടുപേരും കുർബാന കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴേ രണ്ട് നല്ല ഇണക്കുരുവികൾ പോകുന്നത് പോലെ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാം. നമുക്കൊക്കെയും സന്തോഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാപ്പച്ചായന്റെ മരണം എന്ന് പറയുന്നത് വളരെ ഒരു അനുഗ്രഹപ്രദമായ മരണമായി. കാരണം എഴുന്നേറ്റ് നടക്കാവുന്ന പ്രായം വരെ ഈ പള്ളിയിൽ വരികയും എല്ലാ ശുശ്രൂഷകളിലും പങ്കുകൊള്ളുകയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രോഗശയ്യയിൽ കിടന്നപ്പോൾ അനേകം പാപ്പച്ചായന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മത്തായിയച്ചനാണെങ്കിൽ എല്ലാ കുർബാനകളിലും എല്ലാ ദിവസമുള്ള പ്രാർത്ഥനകളിലും പാപ്പച്ചായന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സഭയുടെ നിയമം അനുസരിച്ചുള്ള എല്ലാ ഉദാശകളും സ്വീകരിച്ചാണ് പാപ്പച്ചായൻ മരിച്ചത് എന്നുള്ളത് വളരെ ഒരു അനുഗ്രഹപ്രദമായ സംഭവം തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും ലഭിക്കും എന്ന് നമ്മൾ കരുതുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില് ഈ പള്ളിയുടെ തുടക്കത്തില് ഇതിന്റെ റീകൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിന്റെ സെക്രട്ടറി ആയിരിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഈ പള്ളിയുടെ പണി നടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് പാപ്പച്ചായനെ വിളിക്കും. കുറച്ചു നേരം ഞങ്ങൾ തമ്മിൽ ആർഗ്യൂ നടക്കും. അതോടൊപ്പം തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഈ പള്ളിയെ പറ്റി പാപ്പച്ചായന് പറയാനുണ്ടായിരുന്നു. ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ ചെയ്യണം, നമുക്കും നമ്മുടെ ഒന്നും ചിന്തയിലോ ഇതൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പൊ നമ്മുടെ കണക്കൂട്ടലുകളിലോ നമ്മുടെ സാമ്പത്തിക പരിധിയിലോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്വപ്നങ്ങളായിരുന്നു പാപ്പച്ചാൻ ഈ പള്ളിയെ പറ്റി. അപ്പൊ ഞാൻ ആദ്യമായി പാപ്പച്ചാനെ കേട്ടറിഞ്ഞത് ഈ മലങ്കര എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി ഈ ഡാളസിൽ തുടക്കം കുറിക്കുന്നത് പാപ്പച്ചായൻ സ്വന്തം വീടിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ആ പ്രമുഖരിൽ ഒരാളാകുവാനുള്ള ഭാഗ്യവും പാപ്പച്ചായന് ലഭിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കുള്ളത് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ പാപ്പച്ചായന്റെ ഒരു വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ പള്ളിയിൽ ഇവിടെ പൊതുയോഗം കൂടുമ്പോഴും കമ്മിറ്റി കൂടുമ്പോഴും അച്ഛൻ പല പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് ചോദിക്കണം, അഭിപ്രായം എന്തെങ്കിലും ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. മിക്കവാറും ഉള്ളവരെല്ലാം സൈലന്റ് ആയി. പാപ്പച്ചായൻ എഴുന്നേറ്റ് നിന്ന് പറയാനുള്ളത് പറയും. അത് വളരെ നിർബന്ധമായ ഒരു കാര്യമായിരുന്നു.
ചിലരൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് പാപ്പച്ചാൻ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ ചിലർ പാപ്പച്ചാൻ ഉടുപ്പേ പിടിച്ചു പോയി ഇരിക്കാനായിട്ട്. പാപ്പച്ചാൻ ആ കൈക്ക് ഒരു തട്ട് തട്ടി വെച്ച് എഴുന്നേറ്റ് എന്ന് പറയും. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, പാപ്പച്ചാന്റെ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത്, ഒരിക്കലും താൻ പറയുന്ന അഭിപ്രായം അത് പ്രാവർത്തികമാക്കണമെന്നുള്ള പിടിവാശിക്കാരനല്ലായിരുന്നു. എന്റെ അഭിപ്രായം ഇതാണ്, നിങ്ങൾക്ക് നടത്താം, ഇഷ്ടമുണ്ടെങ്കിൽ കൊള്ളാമെങ്കിൽ സ്വീകരിക്കുക. അതായിരുന്നു പാപ്പച്ചാന്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, കുർബാന കഴിയുമ്പോൾ സാധാരണ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ ഭക്ഷണത്തിന് ഇവിടെ ഒരു പിടിയുണ്ട്. പെട്ടെന്ന് പോയി ക്യൂവിൽ നിന്ന് പെട്ടെന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞു. പാപ്പച്ചാൻ ആ ക്യൂവിന്റെ ഏറ്റവും മുന്നേ പോയി നിന്ന് നമ്മുടെ അച്ഛന്മാർക്ക് ഭക്ഷണമെടുത്ത് മേശപ്പുറത്ത് വെച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതിനു ശേഷം അവർ വന്ന് മേശപ്പുറത്ത് ഇരുന്നതിന് ശേഷം മാത്രമേ പാപ്പച്ചാൻ ഭക്ഷണം കഴിക്കൂ. അപ്പൊ അങ്ങനെ ഒരുപാട് നന്മകൾ ആ ഒരു വ്യക്തിത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഇടവകയിലെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പാപ്പച്ചാൻ എന്ന് പറയുന്ന ആ വ്യക്തി സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമ്മണി മാമയുടെ തുടർ നമുക്ക് ചെയ്യാവുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്, പാപ്പച്ചാന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കുവാനായിട്ട് നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളില് പാപ്പച്ചാനെ ഓർക്കുക. അതുപോലെ തന്നെ അമ്മണി മാമ, നമുക്കറിയാം 40-47 വർഷമായിട്ട് ഒരു കുന്തിച്ചൊരു കുടുംബജീവിതം നയിച്ച 2 വ്യക്തികള് സ്നേഹിച്ചും പിണങ്ങിയും പരസ്പരം പങ്കുവെച്ചും തണലേകിയും കൂട്ടാളിയുമായി 47 വർഷം നയിച്ച ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് തന്റെ തുണയെ അടർത്തി മാറ്റുമ്പോൾ ആർക്കായാലും അത് സഹിക്കാൻ പറ്റുകയില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അമ്മണി മാമയ്ക്ക് വേണ്ടുന്ന മാനസികമായ എല്ലാ സപ്പോർട്ടും നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് എപ്പോഴൊക്കെ നമുക്ക് അമ്മാമ്മയെ സഹായിക്കുവാൻ കഴിയുമോ ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ കടന്നു ചെല്ലുക. ഒപ്പം അമ്മണി മാമയോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഞങ്ങളുടെ ഓരോ മക്കളോടും പറയുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അമ്മാമ്മയുണ്ട്. അമ്മാമ്മ ഞങ്ങളോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിവെക്കുന്നത് വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷമരായി ജയിക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. തീർച്ചയായും പാപ്പച്ചായന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ആ പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളെല്ലാം പാപ്പച്ചായന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിന് ഉതകുന്നതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അമ്മാമ്മയ്ക്കും ഗ്ലെന്നിനും മോക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം ഈ ഇടവകയുടെ ഞങ്ങളുടെ ഓരോ വ്യക്തികളുടെയും നാമത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. എന്റെ വ്യക്തിപരമായ നാമധേയത്തിലും ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. Thank you, Samachaya. Now we are going to have the final prayer. Now we are changing the position of the body for the prayers, and after the prayer, we would have the last few words. Then we will prepare for the final journey. Could you share the moment? Sure.
ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും നീക്ക് ചെയ്യപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് മോചനം നേടി മറ്റു ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് അങ്ങയുടെ മാലാഖമാരും നയിക്കപ്പെട്ട പുനരുത്ഥാനത്തിലെ പ്രത്യാശയിൽ ആശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളിൽ വസിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവേ, ഈ ആത്മാവ് പ്രസാദത്തോടെ അവിടെ അങ്ങ് എതിരേൽക്കുമാറാകണമേ. വിസ്മൃതനായ ഞാൻ മകനെ പോൽ ഹല്ലേലൂയ ആൾമാത്രം പോലെയുമായി ആലോചിക്കുന്നതു കേട്ടേ പകടുക്കാൻ അവരൊന്നു ഹല്ലേലൂയ ഞാനോ ശരണം പ്രാപിച്ചെങ്കിൽ നമ്മെ മാതാപിയാണ് ദൈവം. ഹല്ലേലൂയ. നിൻ കയ്യിൽ തന്നെ കാലങ്ങൾ ആർക്കുമോ? മൻമോലം മാതാമൻമോലം മുൻപിനാമേ. ഉത്തമനേ കരുണാപൂർണ്ണ ഭക്തരെ വിധി ചെയ്തിടരുതേ. ജീവിപ്പവരെ തിരുമുൻപിൽ കുറ്റം തീർന്നോരില്ലല്ലോ. നാഥാകുലയാളവരെ ജീവിപ്പിക്കുന്നതാണത്താൽ വാഴ്ത്തുന്നിത നിന്നെ ഞങ്ങൾ. അവരാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹവും കരുണയും യാചിക്കണം. യോഗ്യതയുള്ളവരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ പിതാവും നിർമ്മിക്കപ്പെട്ടവയുടെ ശരണവും സൃഷ്ടിക്കപ്പെട്ടവരുടെ പ്രത്യാശയും കബലടികളിക്കുന്നവരുടെ പുനർജീവനവും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായ തനിക്ക് സ്തുതി. ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയം ഞങ്ങളുടെ ആയുഷ്കാലം ബഹുമാനം ആരാധനയും തനിക്ക് യോഗ്യമാണ്. സത്യവും വളരെയുള്ളവരും സനാതന തേജസ്സും ജീവനും കാണമില്ലായ്മയുടെ ഉറവിടവുമായ കർത്താവേ, നീ സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ സംസ്ഥാനങ്ങളെയും പരിഹരിക്കുന്നവനുമാകുന്നു. നീ അത്യുഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും. നിന്റെ ദിവ്യ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളില്ല. അഗാധ ചിന്തകളും ഹൃദയ നിരൂപണങ്ങളും നിന്റെ മുമ്പാകെ പരസ്യവും നിന്റെ നിശ്ചയങ്ങളും അപരിമയങ്ങളും മാർഗങ്ങളും വിഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മയക്കുവാനും മനുഷ്യ സംഹാരങ്ങളായ മഹാസമ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സലപുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണ്ണമായി ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും മനസ്സുരവുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിന്റെ മനുഷ്യപ്രീതിയായി ദാസന്റെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഈ ദാസൻ തെറ്റുകൾ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി കൊടുക്കണമേ.
കൃപാപൂർണമായ വലത്തുകൈ ഈ ദാസന് കൊടുത്തു. രണ്ടാം മരണമാകുന്ന ഈ ദാസനെ കൊള്ളണമേ. അദൃശ്യമായതിന്റെ ശക്തിയാൽ ഈ ദാസനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഈ ദാസനെ രക്ഷിച്ചു കൊള്ളണമേ. ഈ ദാസന്റെ പ്രമാണ വേദനകൾക്ക് തക്കതുപോലെ ഈ ദാസനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ എല്ലാവരും കുറ്റക്കാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യം നീ തൃക്കൺപാർക്കണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധനാമവും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ ദാസനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ പ്രസ്ഥാനങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ ദാസന്റെ മേൽ ഒഴുകുമാറാകണമേ. ഈ ദാസൻ വിശ്വസിച്ച ജയമുള്ള സ്ത്രീകൾ ഈ ദാസനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി തീരണമേ. നിർമ്മലവും സന്തോഷപ്രദവും പാപരഹിതവുമായ ജീവിതം നയിച്ച് അന്ധകാര സേനകൾക്ക് വിധേയമാകാത്തതും സമാധാനപരവുമായ നിര്യാണം പ്രാപിക്കുവാൻ നിന്റെ ആരാധകരായ ഞങ്ങളെവരെയും യോഗ്യരാക്കണമേ. കരുണാപൂർവം ഞങ്ങളെ പ്രകാശിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമാക്കുമല്ലോ. കർത്താവേ, നിന്റെ അഭിഷേകത്തിനുള്ള പ്രത്യാശ ഞങ്ങൾക്ക് മുമ്പായി നിന്റെ അടുത്തിലേക്ക് യാത്രയുണ്ട്. ശ്രേഷ്ഠവും മഹനീയവുമായി അവന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായി ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരെ ഇവിടെ അവശേഷിക്കുന്നവരുമായി ഞങ്ങളെയും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ നിന്നെയും ഏകജാതനെയും പരിശുദ്ധമായി സുസ്പോഴ്ത്തുവാനിയോഗ്യരാക്കണമേ. രണ്ട് ലോകങ്ങളിൽ വന്നേക്ക് മണിയങ്ങൾ അഭിക്കുമാറാകട്ടെ. മൃതിപോലൊഴുകിയ ദാസരെ അവരിൽ നിന്നും ദൈവമനോജൻ ഈ ചെയ്തോരാശ ബുദ്ധായ അങ്ങേ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൽപ്പന പ്രകാരം ഈ ലോകവാസം കഴിഞ്ഞ ഈ ആത്മാവിന് വേണ്ടി അടിയങ്ങൾ ഭൂമിയോട് അപേക്ഷിക്കുന്നു. ഈ ദാസൻ പിശാചുകളുടെ എവിടെയെങ്കിലും അദൃശ്യവും വായുമണ്ഡലവാസികളായ മറ്റയുടെ കൂട്ടത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുമാറാകണമേ. കുഞ്ഞുടെ കർത്താവും ദൈവവുമായ പോയി ഞങ്ങളോടുള്ള അങ്ങയുടെ പകരമായ കരുണയാൽ ഈ ആത്മാവ് അങ്ങയുടെ വിശുദ്ധന്മാരുടെ നിവാസസ്ഥലങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും വന്ന് ചേരുമാറാകണമേ.
വസനം നൽകിയിടും അവരെ രാജ്യത്തെതിരേൽപ്പാൻ വരും മധുരസ്വരത്തിൽ കാച്ചും വന്നേ കൽപ്പനകാത്തോത്തായി മുന്നന്താനും രാജ്യം നിന്നും ശ്രീഹാദൻ മുദ്രകരിച്ചോ ഞങ്ങൾക്കായി നല്ല ധീരതയും പ്രത്യാശയതും പ്രാപിപ്പാൻ ഉയരോടെഴുന്നേൽക്കും നിങ്ങൾക്ക് പോകും വസിക്കട്ടെ ജീവൽ പാരീര അവൻ നിൻശരണത്തിൽ നിശ്ചിതരാദാസം മാതൻ കീഴൂക്കി നൽകിയിടുക നീ അവകാശം സുസ്ഥിരരാജ്യത്തിൽ മൊഴിയോറാകെ മാലയിടുവാനായി നിൻ ശരണേ മൃദനാ ദാസസ്നധാനം നവ്യതയേകട്ടെ ജയമതിനം പാർത്താൻ പരിദേവന ദിവസം നെടുവീർപ്പിൻ ദിവസം ദിനം ദേവാ നൽകണമാശ്വാസം മരണത്തിൻ കാസാരണം യൗവനമതിലായ കഠിനതരം ദേവാ നൽകണമാശ്വാസം നിഖിലം പാഴാക്കും നദി മുന്നറിവന്നെ നിബലിച്ചിന്നിവലിൽ നിർന്നുദ്ധാരമിവൻ ഏകണമാശ്വാസം സഹജൻ രക്ഷിക്കാം സ്നേഹിതരുലകീണം ദിവ്യേവം ചൊന്ന വാക്യം നിറവേറി തുണ മൃഗനാമറ്റോർക്കായി കഷ്ടതയേക്കാനും കൃതിയാനാശകരെ ചൊല്ലിക്കരയാനും ബാധ്യതയും ദേവനും എല്ലാവരിൽ നിന്നും സ്തുതിതേ സനലേശ ഹൃദയം വീടും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. Kindly be seated during the readings from the epistles. വിശുദ്ധ പത്രോസ്ലീഹായുടെ രണ്ടാം ലേഖനത്തിൽ പാർക്കുമോ സ്ലീഹായുടെ സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിനോടും ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുഭവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നത്
നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെച്ച് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ആഗമനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവേ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതൃകൻ ആരേക്കും സഫലം ശാപം ഉപദേശങ്ങളവും മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുന്നില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥങ്ങളല്ലാതെ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വലിയ മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മനുഷ്യരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവനാഥാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികനും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയനും. നിങ്ങൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യാവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണുമിക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മധ്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരമെടുത്തവരും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകരമായ യേശു തമ്പുരാന്റെ രക്ഷാകരമായ ലോകവാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. യേശു ഇപ്രകാരം അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ചൊന്നും പ്രവർത്തിക്കുവാൻ സാധിക്കില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടുന്ന് കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവാരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്ന പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ പുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവ് തന്നെ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നെ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കള്ളറിവുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പറന്നവരും. മറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. In the name of the Father, Son, and the Holy Spirit. My dear Reverend Fathers, our dear beloved Amama, Glenn and Jeannie and their families, sons and grandsons and granddaughters, my dear beloved parishioners, Pappachen loved this church. He did everything possible in his capacity for the nourishment of this church. He stood for this church with a priest.
Father Sanju and me, especially, and Father Abraham and Father Sinu, we lost a very good supporter, a very good elder brother, and a fatherly figure. He loved his Vigas as far as we know. He stood for us. He cared us. He cooked for us. He brought us food. Not only food, but he stood for us. That is the important thing. It's not a fighting. Stood for us means as a good faithful, as a good follower of Christ, he did everything possible to this community to exist and this become a worshiping community. As we read from the Holy Gospel, everyone who hears his voice will live for eternity. And Pappachen, who listened Almighty's voice and he lived his life, he handed over the torch of that faith, true faith, to his son and daughter and their family. Whenever I visited their church, whenever I met him here in the church, as a leader, he was a good model. He was a wonderful person to listen and wonderful person to mingle with and talk. He was a leading figure for this church. And as our secretary has told, humanly speaking, he received everything possible on this earth. The anointing of the sick and the Holy Eucharist. When I went to church on Thursday, he died on Saturday morning. Thursday morning, about 11 o'clock, he was repeating, I have nothing to worry. I have no sorrow. Mama was there. Jeannie was there. And we told, yeah, you did everything possible. You did everything. Then again he was repeating, I have no sorrow. I have no sorrow. So if one of us could say, I don't know, he acknowledged he need to go. The last moment, I have nothing to worry. I did everything like Christ. Everything fulfilled. On the cross, Christ said, it is fulfilled. Likewise, he was repeating after one another, I have no sorrow, I have no sorrow, I have no sorrow. Then, with full conscience, he received Holy Corbanum and anointing on the sick. Then he slept well. So, such a happy death. I heard in my life, before people die, there could be a big fight. I learned in psychology there are 5 stages. But in his life, after he had the breakfast on Saturday, and the nurses came and did everything for him, then he slept and that was his last sleep. Such a peaceful death. As priests, we witnessed many death and dying. When we were praying, someone has gone like the dimming of the light, the power slowly vanishing. So that's a beautiful death. If a person going from this earth peacefully, that is the true sign he lived his life.
And we know that we all feel loneliness and a big lost when we think about his life. We may not have his presence. We cannot talk to him anymore physically, but spiritually we could talk to him and for him. So thank you very much for your presence here. Even though this is a COVID season, these many showed up. Thank you very much. So as the vicar of this church, let me thank you, Pappachen, for everything you have done for us. From the first moment of the community till now, you did everything possible. And thank you, Mama. I heard about the Mama. All the instance of life, like he was so manly, but Mama was so calm and so kindly. Such a wonderful wife, such a wonderful mother. Thank you, Mama, for being with him and did everything possible for him. I think they never fight. I don't know. But elders may say, yes, they did. That's family, you know. But whenever I went there, he would call, Kache, Mohanai. Then I remember, before funeral home, people come and take the body to the funeral home. Mama was staying. I'm waiting to listen the call, Amani. Please call me, I am waiting. So that's the relationship. Mama, thank you very much. Being a good model, as a good wife and mother. And Glenn, the torch of the faith, he handed over to you and your family. And it is your responsibility to continue his legacy. We know that you are able to continue. From the talk of Jimmy Chan, we came to know that all his quality is ordered to you. So our trustee, secretaries, and our altar servers and our sacristan and everyone did a wonderful job and arranged everything. Thank you very much. Especially my dear brother priest, Sajuachan, as our former vicar. He is with us for everything we are in need. And he took the charge to conduct the liturgy and sing the songs. Thank you very much. And he did his job. And thank you very much, Sinuaja, for coming yesterday and today and part of the liturgy and consoling and comforting us. Father Abraham has got some other busy because of health, so he won't able to come, and we express his, I express his condolence to. Then our bishop, when he passed away, I called him and he talked to Mama and expressed his condolences, and we express the condolence of our bishop too, and Vincent, Ajit, and yesterday Shaji was here. You did a wonderful job. Thank you very much for your time and talents and very good singing, comforting and consoling. And the funeral home mansion. Thank you very much. You accepted the call of Glenn and accepted the body and prepared everything. Thank you very much. So
let us thank each other for being with us and did everything for us. So now we have an intercessory prayer, and after that, Glenn and Gina would give their last words and the final thanks, and then we will have the final farewell song, and we will start to go to the cemetery. Thank you. നാം എല്ലാവരും ഭംഗിയായി ചെന്ന് സങ്കടപൂർവ്വം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുകൊണ്ട് ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവനും ആത്മീയ ശരീരങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ വിശ്വാസപുരാനെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്നിൽ വിശ്വസിക്കുന്നവരും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് അധീനനാകുകയില്ല. പ്രത്യുതമാണെന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള ചെയ്ത വിശ്വാസപുരാനെ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് മുമ്പ് ലഭിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ വിശ്വാസപുരാനെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്വന്തമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ വിടുവാനായി അന്തരീക്ഷത്തിൽ പരിഹരിക്കുന്നവർ നിന്ന് നീ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ചു സ്വർഗീയ യേശുവിനെ വിരത്തിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ വരവിൽ എതിരേൽക്കുവാൻ പുറപ്പെടുകയും സകല വിശുദ്ധന്മാരോട് ചേർന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷകരമായ നിങ്ങളുടെ ശോഭയുള്ള രശ്മികളാൽ ഞങ്ങളെല്ലാവരെയും ആത്മാക്കളെ പ്രക്ഷോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം എന്ന് ചൊല്ലണം. The words kept on echoing just as I'm sitting in the service. I have nothing to say, but I want to say one thing, what God always said. I have nothing to say, but I have something to say. So he's talking to me to tell me to say a few thoughts. My name is Preeti. I'm the wife of Glenn, daughter-in-law. But I've never felt like the daughter-in-law. He's always treated me like a daughter. I've come to know the family for over 13 years. He's never once treated me that way. In the beginning, as all newlyweds, he would introduce me with such excitement. But interesting enough, even after that, all these years, he's still continued to do that. Even the people that have met him before, he would still do the same. In the 13 years I've known him,
I learned, I guess I kind of learned later on, but as a newlywed, we were trying to do the right thing. Len and I were going to come to the church and we were going to take mom and dad to church and show up together. That's what newlyweds do. If anybody knows Len or me personally, we're not on time. We're not. We showed up to the house, we pulled up, frantic, we let exchange orders and forth. We pulled up, but instead of coming out of the car to ring the doorbell, Dad's already standing 4 feet in front of the house. As if he's been standing there for almost 30 minutes. I don't know. But statuettes with his cane in his hand. He didn't say anything to us though. He just kind of turned his head without the window. We knew. We knew. I almost felt like Len didn't warn me that he was so punctual. So quickly we learned we just don't pick them up anymore. So mom and dad were there. And we still strive for that. He's always wanted us to do that. Another memory of mine, and I think the family, everybody that knows Dad knows that he had a green thumb. He planted everything. Fruits, vegetables, right? Cariapa. I mean, most of the Uncle Aunties do have a people with vegetables. Again, I didn't realize how great it was. Everything he grew, right? And it grew well. And he almost wanted us to do the same. I think teenagers really well to plant. It's almost like I could see those slow. So Dad would bring me plants, house plants. He loved house plants. I didn't know that I had 0. He brought me a house plant, and we watched him put it away. Because he didn't care for it like that did. That would come once a week, twice a week, we would plant it. He wouldn't say much, he would just tell me to water it, but instead of making me force me to do anything, he would sit outside. I remember many times, sit outside on the porch, wherever the plant was. Spend time watering and tell me it's okay for me. I watered it. You don't have to water it next week. I never learned the lesson. I didn't grow it well. But as we stand here, I can't say, I can't promise you that I'm going to be able to grow cariapa tree like a palm tree at this point, but I wish I could. But I know that Dad planted seeds in the family years before I came on. He planted seeds in Glenn and Jeannie, and I see it. You see so many of his qualities through that. I don't even know if to do that. But to this day, like everyone mentioned, if you walk into that house, they would all ask me to eat. I can even take my single dish to eat. Right off on why I ate to eat. Same thing. And now Jeannie and Glenn do the same. They do the same. Walk in and have to eat. And Glenn not only asks for those family and friends, he has everybody that comes in the house. The people that just come to do the help in our home, the plumber, the gardener. Did you eat? You want some water? He's willing to feed it from his hand, just like that. How many times for every birthday occasion, we can have the traditional cake cutting. I'm sure a lot of families did, but not like how the Georgians did. Not how we were going to be fed cake, but not by us Georgians. Becky and I and the in-laws, we always thought of it. We almost dreaded it, but we were going to get fed cake by his hand. He ensured that his thumb was in our mouth. If he was feeding us.
Glenn does the same. So if you come to our house, you're gonna get it. But he's planted this seed in Glenn and Jean. You have to keep in mind that he's with you. He's with you. Keep in mind that he's with you. You can't even help it. But he's instilled in you those things, those qualities that make you like him. I asked Glenn and Jeannie separately yesterday, what was Dad's favorite verse? Did he have a verse? One verse or something? Ask them individually, separately. And they both said the same thing. They quoted the well-known and recited Psalm 23 instantly. We all know it, but Glenn immediately separately again said, the Lord is my shepherd. And so today, we know that Dad believed that. But I want you to remember that the Lord is our shepherd, and he's going to guide us through this. And to make things even more personal, as we open up, or as I opened up my Bible app this morning to read the daily verse, that we'll have some significance because it's God's word. Today's verse was Psalm 23, verse 4. I looked up and I thought, man, that is definitely putting his hand into it. And Psalm 4 says, even though I walk through the valley of the shadow of death, I will fear no evil. You are with me, your God and your staff, they comfort me. Hide those words in your heart. We will cherish the memories. Zara actually had a few words. If we get some time, maybe we'll let her back up here. But thank you. And ready for some of the words. So, I wrote a couple of things down that I was going to say. And I was well planned. But what I want to do is I want to just talk about a couple of memories. One, my best friend growing up, Andy Lyson, we got all kinds of mischief. But the city was digging this big hole. And my dad every day would tell me the same thing. He said, don't go play in that hole. And every day I do the same thing. I go play in the hole. One day my dad was walking my dog. My sister was with me. And he saw me. I was always terrified of my dad, up until after high school. And so he saw me and he yelled out, I know. And I was so terrified that I was shaking and I fell in the hole. They say I remember my dad, he didn't care, he jumped straight in that hole. I feel like he threw the pipe off of me and then just kind of jumped like Spider-Man, with me on his back out of the hole. And I remember the whole time that we were going home, he was carrying me and he was crying because I was bleeding. But I didn't understand, why he was so upset, because I'm a kid at the time. But of course, the finale of him, he was spanking me too, to make sure. That was just, I didn't understand that love that he had for us. I didn't get it, I just, until I have children, now I get it. And I know that the typical thing is to tell people what kind of a man that dad was. But I think everybody knows what kind of man he was. And
I just want him to know that I'm going to make sure that his legacy lives on throughout our generation. I just want to say I love you, Dad. You are everything. You are everything. It's like a piece of your heart that makes up the framework of your heart has been taken out. And now you got to learn to live without that mess. And I love you, Dad. And the fact that we love the friends who we relate to, we can have that. We can have that. Save them or get with them. We forgot how much he saved us. But I know he was so especially now. We go to meetings that we represent. Hi, my name is I just want to picture of our നമ്മളെ പള്ളിയിലുള്ള സമയം ഇപ്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സെമിത്തേരിയിലുള്ള യാത്രയുടെ സമയമായി. ദയവായി ആരെങ്കിലും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാനെങ്കിൽ ഇപ്പം മുൻപോട്ട് വരിക. ഇപ്പോൾ കാണാനുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ്. ഓർമ്മകൾ മാത്രമാ വിളഞ്ഞി പിരിയുന്നു സോദരനേ മറക്കുമോ നിങ്ങൾ
We will get enough time to pay the last homage at the cemetery. So now we are transporting the body to the cemetery.